അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ. ഒരു പണ്ഡിതൻ്റെ മരണം ലോകത്തിൻ്റെ മരണമാണെന്ന് പറയാറുണ്ട്. എന്നാൽ പണ്ഡിതൻ ആത്മഹത്യ ചെയ്താലോ? ആത്മഹത്യ ഏറ്റവും കൊടും ക്രൂരമാണല്ലോ. എന്നാൽ ഇത്തരം ഒരു കൊടും കുറ്റവാളി, ഒരു കൊടും കുറ്റം ചെയ്ത ആളാണ് ചെമ്പരിക്ക ഖാദി എന്ന് പറയുന്ന അബ്ദുള്ള മുസ്ലിയാർ, CM അബ്ദുള്ള മുസ്ലിയാർ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ത് എന്ന് പോലും അറിയാത്ത രൂപത്തിൽ മൂടപ്പെട്ട സമയത്ത് ഇപ്പോൾ ഹക്കീം ഫൈസി അതെടുത്ത് പുറത്തിട്ടിരിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ യഥാസ്ഥിതി ഇവിടെ വെളിവാകണമെന്ന് ആദ്യം പറഞ്ഞിരുന്നത് കൂടത്തായി ഫൈസിയാണെന്നും, അതുപോലെ തന്നെ അമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ നേതൃത്വത്തിലൊക്കെ അവിടെ പ്രതിഷേധങ്ങളൊക്കെ നടന്നിരുന്നു. ഇത് കണക്കിലെടുത്തുകൊണ്ട് ഇതിൻ്റെ യഥാസ്ഥിതി എന്താണെന്ന് ഹക്കീം ഫൈസിക്ക് അറിയും എന്നൊരു നിലക്കാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനോട് അത് വെളിപ്പെടുത്തുകയും അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കിട്ടിയ തെളിവ് പ്രകാരം അദ്ദേഹത്തിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ഈ വലിയൊരു പണ്ഡിതനെ അദ്ദേഹത്തിന് ഇവിടെ ഈ ദുന്യാവിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന അവഹേളനത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കൽ നമ്മുടെ ഓരോ ഉമ്മത്തിൻ്റെയും ബാധ്യതയാണെന്ന് മനസ്സിലാക്കി കണ്ട് ഇനി ആരടുത്താണോ അതിൻ്റെ തെളിവില്ല, എന്താണോ സംഭവിച്ചത്, ആ യഥാസ്ഥിതി ആര് തന്നെയാണെങ്കിലും അവർക്ക് ശിക്ഷ കൊടുത്താലും ഇല്ലെങ്കിലും ആ യഥാസ്ഥിതി ഇവിടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ മഹാപണ്ഡിതനെ അദ്ദേഹം ഒരു ആത്മഹത്യയല്ല ചെയ്തത് എന്നുള്ള ഒരു രൂപത്തിലെങ്കിലും ആക്കി തീർക്കാഞ്ഞാൽ നമ്മൾ പിന്നെ വലിയ സംഘടനൻ്റെ ആളുകളായി നടന്നിട്ട് എന്ത് കാര്യമാണുള്ളത്? ആലോചിച്ച് നോക്കി. അത് ഇവിടെ ചെയ്ത വ്യക്തികൾ ആര് എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഇത്രക്കും ഒരു മോശപ്പെട്ട ഒരു രൂപത്തിലേക്ക് മൂപ്പരെ പറ്റി കേൾക്കുന്നവർ ആത്മഹത്യ ചെയ്തു എന്നുള്ള രൂപത്തിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ ആത്മഹത്യ അല്ല എന്ന് സ്ഥിരീകരിക്കൽ, അതിനുള്ള തെളിവുള്ള ആളുകളുണ്ടെങ്കിൽ ആര് കുടുങ്ങിയാലും എന്ത് സംഭവിച്ചാലും അത് വ്യക്തമാക്കല്ലേ വേണ്ടിയത്. അപ്പോൾ ഈ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ ഒരു പണ്ഡിതനെയും കൊല്ലപ്പെടരുത്. ഈ ഒരു ചെമ്പരിക്കക്കാതിയാണെങ്കിൽ ഇനിയും പലരെയും കൊല ചെയ്യപ്പെടാൻ ഇവിടെ സമുദായം തന്നെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. മുമ്പ് നമുക്കറിയാം EKP പ്രശ്നം ഉണ്ടായെന്ന് 10ഓളം പേരുകളെ ഇവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് AP ഭാഗത്തുപെട്ട ആളുകളെയാണ് കൊല ചെയ്യപ്പെട്ടത്. അന്ന് സെൻസിങ്ങിലൊക്കെ എഴുതിയത് ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദ് വായിച്ചിരുന്നു, ലീഗ് ഗുണ്ടായുസം കുണ്ടൂർ മുതൽ കടങ്ങയം വരെ എന്ന് ആ സന്ദർഭത്തെ വിശദീകരിച്ചുകൊണ്ട് നജീബ് ഉസ്താദ് അന്ന് വായിച്ചതെന്ന് ഞാൻ ഓർക്കാണ്. ഈ ലീഗിനെ ആക്ഷേപിച്ചുകൊണ്ട് ഇത് ചെയ്ത